ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. പുറത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും സമൂഹത്തിന്റെ പ്രതിഫലനം എങ്ങനെയാണെന്നുള്ള ഭയന്നിരുന്നു. അയാൾ വിളിച്ച കോളുകൾ മാത്രമല്ലാതെ വേറെ തെളിവുകളൊന്നുമില്ല. കാരണം അയാൾ വളരെ ബുദ്ധിപൂർവമായ കരുക്കൾ നീക്കിയിരിക്കുന്നത്. അയാൾ ടെലഗ്രാമിൽ ഉൾപ്പെടെ 1 സെന്റിലാണ്. ഒരു പ്രാവശ്യം റീഡ് ചെയ്താൽ പിന്നീട് മെസ്സേജ് അൺസെൻഡ് ആയി പോകുന്ന രീതിക്കാണ്. നിയമപരമായ വശങ്ങൾ അന്വേഷിച്ചിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അവന്തിക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ അവന്തിക പരാതി ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അയാളുടെ ഭാഗത്തു നിന്ന് ലൈംഗിക വൈകൃതമായ രീതിയിൽ കുറച്ച് മെസ്സേജുകൾ വന്നതിന്റെ ഭാഗത്താണ് ഞാൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. അയാളുടെ ഭാഗത്തു നിന്ന് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് നമുക്ക് പോകാം, അവിടെ നിന്നെ റേപ്പ് ചെയ്യുന്ന നിന്നെ എനിക്ക് ചെയ്യണമെന്നാണ് അയാൾ പറഞ്ഞത്. അവന്തിക എങ്ങനെയാണ് ഇയാളുമായിട്ട് പരിചയത്തിലാവുന്നത്? എവിടെ നിന്നാണ് പരിചയം? ഇയാളൊരു ഡിബേറ്റ് വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്ത്, തൃക്കാര ബൈ ഇലക്ഷൻ സമയത്ത്. ആ സമയത്ത് ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. ആ സമയത്താണ് ഇയാളെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇയാൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിക്വസ്റ്റ് അയക്കുകയും മെസ്സേജ് അയക്കുകയും അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദമാണ്. പിന്നീട് ഇത്തരം വൃത്തികെട്ട രീതിയിലേക്ക് അയാൾ മാറ്റുകയുണ്ടായിരുന്നു. ഇതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഇപ്പോൾ അവന്തികയുടെ കയ്യിലുണ്ടോ? അയാൾ വിളിച്ച കോളുകൾ മാത്രമല്ലാതെ വേറെ തെളിവുകളൊന്നുമില്ല. കാരണം അയാൾ വളരെ ബുദ്ധിപൂർവമായ കരുക്കൾ നീക്കിയിരിക്കുന്നത്. അയാൾ ടെലഗ്രാമിൽ ഉൾപ്പെടെ 1 സെന്റിലാണ്. ഒരു പ്രാവശ്യം റീഡ് ചെയ്താൽ പിന്നീട് മെസ്സേജ് അൺസെൻഡ് ആയി പോകുന്ന രീതിക്കാണ് സംസാരിച്ചത്. അയാൾ ഒരു പബ്ലിക് ഫേസായി നിൽക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുറത്തു വരും എന്നൊരു ഭയമൊന്നും ഉണ്ടായിരുന്നു. കാരണം ഭയം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് വളരെയധികം തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന് കുറച്ച് മുന്നേ വന്ന കോളുകൾ, അതിനുശേഷം എനിക്ക് വന്ന കോളുകളൊക്കെ അയാളുടെ ഭാഗത്തു നിന്നുള്ള കോളുകളെല്ലാം അത്തരത്തിൽ ഭയം ഉണ്ടെന്നുള്ള രീതിക്കാണ് തന്നെയാണ്. അവസാനം വന്ന കോളുകളിൽ എന്താണ് രാഹുൽ പറയുന്നത്? ഇല്ല, ഒന്നും സംസാരിക്കുന്നതന്നെ ഇല്ല. ഞാൻ കോളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. തിരിച്ചു വിളിച്ചപ്പോൾ അയാൾ പ്രസ് കോൺഫറൻസിലാണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അവന്തിക നേരത്തെ ഇത് പുറത്തു പറയണമെന്ന് ചിന്തിച്ചിരുന്നോ? അല്ലെങ്കിൽ ആരോടെങ്കിലും ഇത് സംസാരിച്ചിരുന്നോ? ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും സമൂഹത്തിന്റെ പ്രതിഫലനം എങ്ങനെയാണെന്നുള്ള ഭയന്നിരുന്നു. അതിനുശേഷം ഇപ്പം ഇന്നലെയാണ് യുവനടി ഇത്തരം വെളിപ്പെടുത്തലുണ്ടാകുന്നത്. അതിനുശേഷം ഒരു ധൈര്യം വന്നത് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നു. എവിടെയും തനിക്കെതിരെ പരാതിയില്ല എന്നതാണ് രാഹുൽ കോൺഫിഡൻസോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അവന്തികയുടെ മുന്നോട്ടുള്ള തീരുമാനം എങ്ങനെയാണ്? നിയമ നടപടിയുമായി പോകുന്നുണ്ടോ? അതെ, നിയമപരമായ വശങ്ങൾ അന്വേഷിച്ചിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അതെ, പരാതിയില്ലാത്ത കോൺഫിഡൻസ് ആണ്. തെളിവില്ലാത്തതുകൊണ്ടാണ് അയാൾ ആ കോൺഫിഡൻസിൽ നിൽക്കുന്നത്. അയാൾ തന്നെ ബോധപൂർവമായ തെളിവുകൾ നശിപ്പിച്ചല്ലോ. അതുകൊണ്ടാണ് അയാൾ ആ കോൺഫിഡൻസിൽ നിൽക്കുന്നത്. ആ കോൺഫിഡൻസ് തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ നിയമവശങ്ങൾ പരിശോധിക്കും. കാരണം എൻ്റെ കയ്യിലും ഇത്തരം ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇല്ലാത്ത പക്ഷം അത്തരം നിയമവശങ്ങൾ പരിശോധിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കും.